ഞാനും പ്രവാചക പുങ്കവരും ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോ അവിടുന്ന് എന്നെ വിളിച്ചു, യാ മുആദ്, ഓ മുആദേ, അതദ്രി, നിനക്കറിയുമോ, മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, ദാസന്മാർക്ക് അല്ലാഹുവിനോടുള്ള ഹഖെന്തെന്ന് നിനക്കറിയുമോ? അല്ലാഹുവിനും അവന്റെ തിരുദൂതർക്കും അറിയാം. അവിടെന്ന് പറഞ്ഞു, ദാസന്മാർക്ക് അല്ലാഹുവിനോടുള്ള ഹഖ്, കടമ, അയ്യഅബ്ദു വലാ യുശ്രികൂ ബിഹി ശൈആ, അവരല്ലാഹുവിനെ ആരാധിക്കുകയാണ് വേണ്ടത്. അല്ലാഹുവിന്റെ കൂട്ടത്തിൽ ആരെയും പങ്കു ചേർക്കരുത്. വീണ്ടും പുണ്യ റസൂൽ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ മുആദ്, അല്ലയോ മുആദേ റളിയല്ലാഹു അൻ, അതദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, നിങ്ങൾക്കറിയുമോ, അതദ്രി മാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അല്ലാഹുവിന് തന്റെ ദാസന്മാരോടുള്ള ഹഖ് എന്താണെന്നറിയുമോ? അവിടെന്ന് പറഞ്ഞു, ഇദാ ഫഅലൂ ദാലിക അല്ലാ യുഅദിബഹും, അല്ലാഹുവിനെ അറിഞ്ഞ് ആരാധിച്ചാൽ ആ ദാസന്മാരെ നരകത്തിലിട്ട് കരിക്കാതിരിക്കലാണ് അല്ലാഹുവിന് ദാസന്മാരോടുള്ള കടമയെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന് നമ്മളോടൊരു കടമയുണ്ട്. എന്താ അത്? അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്താൽ അല്ലാഹു നരകത്തിലിടൂല. നമുക്ക് അല്ലാഹുവിനോടുള്ള കടമ അല്ലാഹുവിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരങ്ങളെ, ഇനി നമുക്ക് കടമകളിലേക്ക്, ബാധ്യതകളിലേക്ക് കടക്കാം. ഉടനെ അല്ലാഹു പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാനാ, അല്ലാഹുവിനോടുള്ള കടമ കഴിഞ്ഞാൽ മാതാപിതാക്കളോട് കടമയുണ്ട്. മാതാവും പിതാവും, മാതാപിതാക്കൾ, വാലിദൈനി, മാതാപിതാക്കളോട് ഇഹ്സാൻ. നോക്കൂ, അല്ലാഹു തആല കടമകളുടെ കൂട്ടത്തിൽ ആദ്യം രേഖപ്പെടുത്തി. വിശുദ്ധ ഖുർആനിലെ അൽ ഇസ്രാ അധ്യായത്തിൽ അല്ലാഹു പറയുന്നു, വഖലാ റബ്ബുക, നിന്റെ റബ്ബ് ജഡ്ജിമെന്റ് നൽകുന്നു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹ്, അവനെ അല്ലാതെ ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചൊരിയണമെന്നും അല്ലാഹു തീരുമാനിക്കുന്നു. അവൻ ജഡ്ജിമെന്റ് നൽകുന്നു. നോക്കൂ, എന്നിട്ട് അല്ലാഹു എടുത്തു പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, മാതാപിതാക്കളിൽ രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ വാർദ്ധക്യത്തിലുണ്ടെങ്കിൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നീ അവർ രണ്ടുപേരോടും പറയരുത് ഉഫിൻ, ഉഫിൻ എന്ന് പറയരുത്, ഛേ എന്ന് പറയരുത്. വലാ തൻഹർഹുമാ, നീ മാതാപിതാക്കളെ ആക്ഷേപിക്കരുത്, വിരട്ടരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, റെസ്പെക്റ്റ് ഉള്ള വാക്ക് അവർ രണ്ടുപേരോടും നീ പറയണം. നാലാമത് അല്ലാഹു പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹൽ-ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൽ ചാലിച്ചെടുത്ത വിനയത്തിന്റെ ചിറക് നീ അവർക്ക് വിരിച്ചു കൊടുക്കണം. ഈ ആയത്തിലെ ഏറ്റവും സാഹിത്യം തുളുമ്പുന്ന ഒരു ഭാഗമാണിത്. വഖ്ഫിദ് ലഹുമാ, നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീ താഴ്ത്തി കൊടുക്കണം, വിരിച്ചു കൊടുക്കണം. ജനാഹൽ-ദുല്ലി മിനർ റഹ്മ,
സ്നേഹത്തിൽ ചാലിച്ചെടുത്ത വിനയത്തിന്റെ ചിറക് നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും നീ വിരിച്ചു കൊടുക്കണം. അഞ്ചാമത്തെ കടമ, നിന്റെ പ്രാർത്ഥനയിൽ നീ അവരെ ഉൾപ്പെടുത്തണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. മാതാപിതാക്കളിൽ ഒന്നാമൻ ഏറ്റവും കടമയുള്ളത് ആരാ? അർഷദ് ഉസ്താദ് ഇന്നലെ പറഞ്ഞല്ലോ. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, കടമകൾ പറഞ്ഞു തരുമോ? പുണ്യ റസൂല് പറഞ്ഞു, നിനക്ക് ഏറ്റവും കടമ ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാ. അബാക്ക, രണ്ടാമത് നിന്റെ പിതാവിനോടാണ്. മൂന്നാമത് ഉഖ്തുക, നിന്റെ പെങ്ങളോടാണ്. നാലാമത് അഖാക്ക, നിന്റെ സഹോദരനോടാണ്. സുമ്മ അതിനാക്ക വ അതിനാക്ക, പിന്നീട് അതിനോടടുത്തവരോടാണ്, അടുത്തവരോടാണ്. അപ്പോ ഒന്നാം സ്ഥാനത്ത് ഉമ്മ. സൂറത്തുൽ ലുഖ്മാൻ വിശദീകരിച്ചുകൊണ്ട് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ ഇന്നലെ വിശദീകരിച്ചു അല്ലേ? ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഉമ്മയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയത്? അത് 3 പ്രതിസന്ധി ഏറ്റെടുത്തത് കൊണ്ടാണ്. 3 വെല്ലുവിളി ഏറ്റെടുത്തു അല്ലേ? ഒന്നാമത്തെ വെല്ലുവിളി ഏതായിരുന്നു? ഗർഭധാരണം, ഹംല്. രണ്ടാമത്തത് വളഅ്, നൊന്ത് പ്രസവിച്ചു. എല്ലുകൾ പൊട്ടുന്ന വേദനയാണ് ഒരു സ്ത്രീ പ്രസവിക്കുമ്പോൾ. മനസ്സിലായില്ല? മൂന്നാമത്തത് മാതാവാണ് നമുക്ക് മുലപ്പാല് തന്നത്. അപ്പോ ഉസ്താദ് തഴവയുടെ ആ പദ്യമൊക്കെ ഉരുവിട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ല രസമുള്ള തഴവ ഉസ്താദിന്റെ വരികളുണ്ടല്ലേ? ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ, ഈ 3 കാരണം കൊണ്ടാണ് ഉമ്മയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്തത്. അത് മാത്രവുമല്ല, കുഞ്ഞുങ്ങളോട് ലുത്ഫ്, കുഞ്ഞുങ്ങളോട് ദയാവായ്പ്, കാരുണ്യം, ഇഷ്ക്, ഇതൊക്കെ ബാപ്പയേക്കാൾ കൂടുതൽ പ്രകടിപ്പിക്കുന്നത് ഉമ്മയാണ്. ബാപ്പയ്ക്കുണ്ട് ഉള്ളില്. വാപ്പയുടെ പേടി എന്താണെന്നറിയോ? മക്കളെ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചാൽ മക്കൾ ബഹുമാനിക്കാതിരിക്കുവോ? അതുകൊണ്ട് വാപ്പ ഇച്ചിരി ഗൗരവത്തിലായപ്പോഴും അല്ലേ? വാപ്പ സിറ്റ് ഔട്ട് ഇരിക്കുമ്പോ ഞങ്ങളൊന്നും മുന്നിലൂടെ പോവില്ല, പുറകെ കൂടെ പോകും. പേനയോ നോട്ട്ബുക്കോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉമ്മ വഴിയാണ് വാപ്പായിൽ നിന്ന് സാധിച്ചെടുത്തിരുന്നത്. പണ്ടൊക്കെ അങ്ങനെയാ അല്ലേ? വാപ്പ ഗൗരവക്കാരനായിട്ടിരിക്കും. നമുക്ക് ആശ്രയം നമ്മുടെ ഉമ്മയായിരുന്നു. ആണോ അല്ലേ? സുഹൃത്തുക്കളെ, ബാപ്പയോട് ബഹുമാനത്തിൽ ചാലിച്ച ഒരു സ്നേഹമാണ്, ഉമ്മയോട് കാരുണ്യത്തിൽ ചാലിച്ച ഒരു പ്രേമമാണ് മക്കൾക്ക് ഉമ്മയ്ക്ക് നമ്മളോട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആരാണ് ഉമ്മ? അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം മാതാക്കളുടെ കാലിന്റെ കീഴിലാണ്. സ്നേഹനിധിയാണ് നമ്മുടെ ഉമ്മ. നിങ്ങൾ കണ്ടിട്ടില്ലേ, പുറത്തേക്ക് പോകുമ്പോൾ ഉമ്മ വന്ന് സിറ്റ് ഔട്ടിൽ നിന്നുകൊണ്ട്, വരാന്തയിൽ നിന്നുകൊണ്ട് ആ മാതാവിന്റെ ചുണ്ടുകൾ മന്ത്രിക്കുന്നു. എന്റെ പൊന്നുമോനെ നീ കാക്കണേ അല്ലാ, എന്റെ മോളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഉമ്മയുടെ ദുആയാണത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നു, എൻ്റെ ഉപ്പയും ജീവിച്ചിരിക്കുന്നു. 81 വയസ്സായി വാപ്പയ്ക്ക്. ദീർഘയാത്രയൊക്കെ പോകുമ്പോൾ വാപ്പാനെ ഉമ്മാനെ പോയി കാണും. അപ്പൊ ദുആ ചെയ്യും അവര്. അവരുടെ ദുആ നമുക്ക് അനുഗ്രഹവും കാവലുമല്ലേ? അല്ലേ? നമ്മുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയ്ക്കും ഉമ്മയ്ക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകട്ടെ. അവരുടെ പൊരുത്തം നേടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ വെറുപ്പിലാണ്, കോപത്തിലാണ്.
മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത് സ്വർഗം നേടാം, മാതാപിതാക്കളെ പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി നരകവും നേടാം. ഹുമാ ജന്നതുക വനാറുക, അവരിരുവരും നിന്റെ സ്വർഗമാണ്, നിന്റെ നരകവുമാണ്. ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് ജപ്പാനിൽ ഒരു ഭൂചലനം ഉണ്ടായി, ഭൂകമ്പം. എല്ലാം തകർന്നടിഞ്ഞു, ബഹുനില കെട്ടിടങ്ങളൊക്കെ നിലപൊത്തി, ഒരുപാട് ആളുകൾ മരിച്ചു. ഭൂകമ്പത്തിന് ശേഷം ജീവകാരുണ്യ പ്രവർത്തകർ ഡെഡ് ബോഡികൾ നീക്കം ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ മിനി സ്കർട്ട് ധരിച്ച ഒരു സ്ത്രീ കയ്യിൽ എന്തോ അണച്ചുകൂട്ടി അവര് കമഴ്ന്ന് കിടക്കുകയാ. കാരുണ്യ പ്രവർത്തകര് വന്ന് ആ സ്ത്രീയെ നിവർത്തി കിടത്തിയപ്പോൾ കണ്ട കാഴ്ച, അവരുടെ ഇരുകരങ്ങൾക്കുള്ളിൽ ഒരു കുഞ്ഞ്, ഒരു ശിശു മാറോട് ചേർന്നിരിക്കുന്നു. തൊട്ടടുത്തൊരു മൊബൈലും കിടപ്പുണ്ട്. നോക്കൂ, ജീവകാരുണ്യ പ്രവർത്തകർ ആ മൊബൈൽ എടുത്തു. ആ മൊബൈലിന്റെ സ്ക്രീനിൽ 2 വരി ഇംഗ്ലീഷിൽ മെസ്സേജ് കുറിക്കപ്പെട്ടിരിക്കുന്നു. ഈ മെസ്സേജ് അക്കാലത്ത് വൈറലായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭൂമി കുലുങ്ങുമ്പോ സ്നേഹനിധിയായ മാതാവ് തന്റെ കുഞ്ഞിന് നൽകിയ മെസ്സേജായിരുന്നു അത്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: ഇഫ് യു ക്യാൻ സർവൈവ് യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് ഐ ലവ് യു. ഇഫ് യു ക്യാൻ സർവൈവ്, നീ ഭൂമികുലുക്കത്തെ അതിജീവിച്ചേക്കാം, നീ രക്ഷപ്പെട്ടേക്കാം. അങ്ങനെ രക്ഷപ്പെട്ടാൽ നീ ഓർക്കണം, നീ മറക്കരുത്, നിന്നെ സ്നേഹിച്ച ഒരു മാതാവ് ജീവിച്ചിരുന്നു എന്ന്. ഐ ലവ് യു വെരി മച്ച്, ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു കുഞ്ഞേ. ആ സ്ത്രീ മരണപ്പെട്ടിരുന്നു. ആ കുഞ്ഞിന് ജീവന്റെ തുടിപ്പുകൾ ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് ജീവിച്ചു. നോക്കൂ, ആ കുഞ്ഞിന് തന്റെ ഉമ്മയുടെ ഓർമ്മകൾ, മാതാവിന്റെ ഓർമ്മകൾ നൽകിയില്ലേ ആ മെസ്സേജ്? അല്ലേ? അതാണ് ഉമ്മ. മാതാപിതാക്കൾക്ക് റെസ്പെക്ട് കൊടുക്കണം. അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസാ വക്കിർ വാലിദൈക, മാതാപിതാക്കൾക്ക് റെസ്പെക്ട് കൊടുക്കണം, വക്കാറ് കൊടുക്കണം. മൻ വക്കറ വാലിദൈ, ആരെങ്കിലും മാതാപിതാക്കൾക്ക് റെസ്പെക്ട് കൊടുത്താൽ മദത്തു ഫീ ഉമരി, അവന്റെ ആയുസ്സ് നാം നീട്ടിക്കൊടുക്കും. വവഹബതു ലഹു വലദൻ യബുറു, അവന് പുണ്യം ചെയ്യാൻ ഒരു മകനെ, ഒരു സന്താനത്തെ നാം ഏർപ്പാട് ചെയ്യും. യാ മൂസാ മൻ അക്ക വാലിദൈ, ആരെങ്കിലും മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയാൽ കസർതു ഫീ ഉമരി, അവന്റെ ആയുസ്സ് നാം ചുരുക്കും. വവഹബതു ലഹു വലദൻ യഉഖു, നിന്നെ കഷ്ടപ്പെടുത്താൻ ഒരു സന്താനത്തെ നിനക്ക് നൽകും. അല്ലാഹു കാക്കട്ടെ. എല്ലാ മക്കളും എതിരായില്ലെങ്കിലും ഒരെണ്ണമെങ്കിലും എതിരായാൽ തീർന്നു, അത് മതി, പിന്നെ തീരിന. അല്ലേ? നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് അല്ലാഹു നമ്മളെ സ്നേഹിക്കുന്ന മക്കളെ തരും. ബിർറു ആബാഅകും തബറുക്കും അബ്നാഉകും, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ പുണ്യം ചെയ്യണം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പുണ്യം ചെയ്യും. വഇഫു, നിങ്ങൾ ഇഫ്ഫത്തിൽ ജീവിക്കണം, പാതിവൃത്യത്തിൽ ജീവിക്കണം. തഇഫു നിസാഉകും, നിങ്ങളുടെ സ്ത്രീകളും പാതിവൃത്യ ജീവിക്കും. ആണുങ്ങളുടെ പോക്ക് ശരിയല്ലെങ്കിൽ പെണ്ണുങ്ങളും ട്രാക്ക് തെറ്റിയെ സഞ്ചരിക്കും. നിങ്ങൾ ഇഫ്ഫത്ത് മുറുകെ പിടിക്കണം, നിങ്ങളുടെ പെണ്ണുങ്ങൾക്കും ഇഫ്ഫത്ത് അല്ലാഹു കൊടുക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. മാതാപിതാക്കളെ ആദരിക്കാൻ, ബഹുമാനിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നലെ മാതാപിതാക്കളെ കുറിച്ച് 2 മണിക്കൂർ ഉസ്താദ് വിശദീകരിച്ചില്ലേ? ഉസ്താദ് പറയാത്ത ഒരു സംഭവം ഞാൻ പറയാം, നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടി. മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയവർക്ക് പണിഷ്മെന്റ് പരലോകത്തിലല്ല, ഈ ദുനിയാവിൽ അല്ലാഹു വേഗത്തിലാക്കുമെന്ന ഹദീസുണ്ട്.
കുല്ലു ദുനൂബ് യുഅഖിറുല്ലാഹു മിൻഹാ മാ യശാഉ ഇലാ യൗമിൽ ഖിയാമ. എല്ലാ പാപങ്ങളുടെയും അനന്തരഫലം ഖിയാമത്ത് നാളിലേക്ക് അല്ലാഹു മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, ഉപ്പയെയും ഉമ്മയെയും ദ്രോഹിച്ചതൊഴിച്ച്, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തിയാൽ യുഅജ്ജലു ലിസാഹിബിഹി ഫിൽ ഹയാതി ഖബ്ലൽ മമാത്, മരണത്തിനു മുമ്പ് ദുനിയാവിൽ വെച്ച് അതിന്റെ ശിക്ഷ അല്ലാഹു വേഗത്തിലാക്കുന്നതാണ്. ഈ ദുനിയാവിൽ നിന്ന് കിട്ടും, ഇവിടെ നിന്ന് തന്നെ അല്ലാഹു തരും. പടച്ചോൻ കാക്കട്ടെ. ഒരു സംഭവം പറയാം. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം. സഹീഹ് ഉള്ളപ്പോൾ പിന്നെ ലൈഫ് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? സഹീഹ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ വേണേ ലൈഫ് ആയി. كان رجل في بني إسرائيل يقال له جريج يتعبد في صومعته. ബനു ഇസ്രായേലിൽ ഒരു ആബിദ് ജീവിച്ചിരുന്നു. ആ ആബിദിന്റെ പേര് ജുറൈജ് റളിയല്ലാഹു അൻഹു. ജുറൈജ് എന്നായിരുന്നു. യതഅബ്ബദു ഫീ സൗമഅതി, അവിടത്തെ കൂടാരത്തിൽ ഇരുന്ന് ദിക്റും ഇബാദത്തുമായി കഴിച്ചുകൂട്ടിയിരുന്നു. സൗമഅത്ത് എന്ന് പറഞ്ഞാൽ കൂടാരം, ടെന്റ് എന്നൊക്കെയാണ് അർത്ഥം. ഒറ്റക്കിരുന്ന് ആരാധിക്കുകയായിരുന്നു ആ ആബിദ്. ഒരു ദിവസം ഉമ്മ വന്നു വിളിച്ചു, യാ ജുറൈജ്, ജുറൈജ് മോനെ. ഇബാദത്തിലായിരുന്നു, നമസ്കാരത്തിലായിരുന്നു, മറുപടി കൊടുത്തില്ല. രണ്ടാമത്തെ ദിവസവും വന്ന് വിളിച്ചു, മൂന്നാമത്തെ ദിവസവും വന്ന് വിളിച്ചു. ജുറൈജ് മറുപടി കൊടുക്കാതെ വന്നപ്പോ ആ ഉമ്മ പറഞ്ഞു പോയി, അല്ലാഹുമ്മ ലാ തുമിത്തുഹു ഹത്താ യൻളുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. അല്ലാഹുവേ, എന്റെ മോൻ ജുറൈജിനെ നീ മരിപ്പിക്കരുത്. ഹത്താ യൻളുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്, അഭിസാരികമാരുടെ മുഖം കാണുന്നതുവരെ, അഭിസാരികമാരുടെ മുഖം കാണുന്നതുവരെ എന്റെ മകൻ ജുറൈജിനെ നീ മരിപ്പിക്കല്ലേ. ഒരൊറ്റ ദുആ, അത് ക്ലിക്കായി. എങ്ങനെയാ ക്ലിക്കായത്? എങ്ങനെയാ കണ്ടോ? ആ സ്ത്രീ മടുത്തിട്ട് അങ്ങനെ പറഞ്ഞു പോയി. ഇങ്ങനെയുള്ള ദുആകളൊന്നും മേടിച്ചെടുക്കരുത് മക്കളായ നമ്മൾ, അല്ലേ? നോക്കൂ, ജുറൈജിന്റെ കീർത്തി അത് രാജ്യത്തിന്റെ അതിർത്തികളും വിട്ടു. നാട്ടുകാരും എല്ലാവരും ജുറൈജിനെ അറിയാൻ തുടങ്ങി. പോപ്പുലറായി, പ്രശസ്തനായി. അതോടൊപ്പം കുറച്ച് അസൂയക്കാരും വർദ്ധിച്ചു. ഒരാൾ അറിയപ്പെടുന്നതിനനുസരിച്ച് ഹുസാദുകളുണ്ടാവും, ശത്രുക്കളുണ്ടാവും. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പാര പണിയാൻ ആളുണ്ടാവും. ഫോൺ കോള് പോലും നിരീക്ഷിക്കാൻ ആളുണ്ടാവും. മനസ്സിലായില്ല? ഒരിക്കലും ഒരു ഇമാമിന് ഒരു ഫോൺ കോള് വന്നു. ഒരു സ്ത്രീയാ വിളിക്കുന്നത്. സത്യത്തിൽ സ്ത്രീ അല്ലായിരുന്നു. സ്ത്രീയുടെ ശബ്ദത്തിൽ ഒരു പുരുഷൻ ഇമാമിനെ പരീക്ഷിച്ചതാണ്. ഉസ്താദല്ലേ? ഉസ്താദിന്റെ പ്രഭാഷണമൊക്കെ കേൾക്കാറുണ്ട്. ഉസ്താദിന്റെ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉസ്താദ് തന്നെ നല്ല സുന്ദരനും ആണല്ലോ. അതിൽ ഉസ്താദ് അങ്ങ് വീണു. പിന്നെ സുഹൃത്തുക്കളെ അവര് രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി. ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ല? പിന്നെ ആ പെണ്ണൊരു സ്ഥലത്തേക്ക് വിളിച്ചു. ഉസ്താദ് വിഷമത്തോടുകൂടി അവിടെ ചെന്നു. പിന്നെ ജനങ്ങൾ പഞ്ഞിക്കിട്ടു. പിന്നെ എന്താ സംഭവിച്ചതെന്നറിയാമല്ലോ സുഹൃത്തുക്കളെ. ജുറൈജിന് ഒരു പണി കൊടുക്കണം. അന്നാട്ടിലെ അസൂയക്കാർ തീരുമാനിച്ചു. അവരെന്ത് ചെയ്തു? സുമുഖിയും സുന്ദരിയുമായ ഒരു പെണ്ണിനെ അതിനു വേണ്ടി ഏർപ്പാട് ചെയ്തു. ഞാൻ പറഞ്ഞതല്ല ഈ കഥ. ഇത് മുത്ത് നബി സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ചരിത്രമാണ്. ബുഖാരിയിൽ നമ്മളൊക്കെ റിയാദ് സാലിഹീനിലും അത് ഓതിയിട്ടുണ്ട്, ഇല്ലേ? റിയാദ് സാലിഹിലുണ്ടല്ലോ. ഉണ്ട്. നോക്കൂ, ഈ സുന്ദരിയായ പെണ്ണ് ജുറൈജിന്റെ പർണശാലയുടെ കവാടത്തിൽ വന്ന് നിന്നു. തന്റെ ആകാര സൗഷ്ഠവം പ്രകടിപ്പിക്കുകയാണ്, വെളിവാക്കുകയാണ്.
ആ മാദകത്തിടമ്പ് ജുറൈജിന്റെ മുമ്പിൽ എല്ലാ നിലയിലും ആകർഷിക്കുന്ന വാക്കും പ്രവൃത്തിയും ആംഗ്യങ്ങളും ഒക്കെ കാണിച്ചു കൊണ്ടിരുന്നു. പക്ഷേ ജുറൈജ് വീണില്ല, തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. ആ പെണ്ണ് നേരെ ചെന്നു. എവിടെ? ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു റായി ആട്ടിടയന്റെ അടുത്ത് ചെന്നു. ആട്ടിടയൻ ഈ പെണ്ണിനെ കാണേണ്ട താമസം ആകൃഷ്ടനായി. അവര് പരിചിതരായി അവിടെ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ആ ബന്ധത്തിലൂടെ ആട്ടിടയന് ഒരു ആൺകുഞ്ഞ് ജനിക്കുന്നു. ആ സ്ത്രീ പ്രസവിക്കുന്നു. ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അതാ ആ സ്ത്രീ ബഹുജന മധ്യത്തിൽ വന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഫാനായ ഈ ആബിദില്ലേ, അയാള് ശുദ്ധ തട്ടിപ്പാണ്, അയാള് മുനാഫിക്കാണ്, കപടനാണ്, അയാളും ഞാനും വ്യഭിചരിച്ചുണ്ടായ കുഞ്ഞാണിത്. ഇത് കേൾക്കേണ്ട താമസം ജനങ്ങൾ ഓടിയെടുത്തു. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലറബൂ, ആ ജനങ്ങൾ വന്ന് കൈവച്ചു, ഹദമൂ സൗമഅതഹു, അയാളുടെ ആ കെട്ടിടം, ആ ടെന്റ് പൊളിച്ചു കളഞ്ഞു. ആഹാ, നീ കപടനായ ഭക്തനാ, നീ ആ പെണ്ണുമായി വ്യഭിചരിച്ചുവല്ലേ, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തുവല്ലേ. ജനങ്ങൾ തല്ലാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ പഞ്ഞിക്കിടാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ആബിദ് ചോദിച്ചു, ജുറൈജ് ചോദിച്ചു, നിന്നെ എന്തിനാണ് എന്നെ തല്ലുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ജുറൈജ് ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ചൊല്ലുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം ആ കുഞ്ഞിന്റെ പൊക്കിൾ ഭാഗത്ത് ജുറൈജ് വിരൽ കൊണ്ട് കുത്തിക്കൊണ്ട് ചോദിക്കുന്നു, യാ ഗുലാം മൻ അബാക, അല്ലയോ കുഞ്ഞെ, ആരാണ് നിന്റെ പിതാവ്? മുത്തുറസൂല് പറയുകയാണ്, സംസാരിക്കുന്ന പ്രായത്തിനു മുമ്പ് തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ഒരു കുട്ടിയാണിത്. നോക്കൂ, ആ കുട്ടി പറയുകയാണ്, ഫുലാനുർ റാഈ, എന്റെ പിതാവ് ആട്ടിടയനാണ്. ആട്ടിടയനാണ് എന്റെ പിതാവ് എന്ന് പറഞ്ഞപ്പോ ജനങ്ങളെല്ലാം മൂക്കത്ത് വിരൽ വെച്ചു. അവര് വന്ന് മാപ്പ് പറഞ്ഞു, കാലു പിടിച്ചു. അവര് വന്നുകൊണ്ട് മസഹോഹോ, ആബിദിനെ തലോടാൻ തുടങ്ങി, തടവാൻ തുടങ്ങി, തടവി മുത്തി മണത്താൻ തുടങ്ങി. അവര് പറഞ്ഞു, നബിനി സൗമഅതക മിൻ ദഹബ്, പൊളിച്ചു കളഞ്ഞ നിന്റെ ടെന്റ് പർണശാല ഞങ്ങൾ സ്വർണം കൊണ്ട് പണിത് തരാം. ഉണ്ടോ? അടിയും കൊടുത്ത് പൊളിച്ചും കളഞ്ഞ ജനങ്ങൾ തന്നെ തിരിഞ്ഞുപ്പോ. ജനങ്ങൾ ഇങ്ങനെ തിരിഞ്ഞോണ്ടേയിരിക്കും, ഇങ്ങോട്ടും തിരിയും അങ്ങോട്ടും തിരിയും. മനസ്സിലായി? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്ത് സംഭവിച്ചു? ഇതോടുകൂടി ചരിത്രം തീർന്നു. എന്താ ചരിത്രത്തിന്റെ ഗുണപാഠം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞ ഈ ചരിത്രത്തിന്റെ ഗുണപാഠം, ഉമ്മയുടെ പ്രാർത്ഥന സഫലമായി ഒരു അഭിസാരികയായ സ്ത്രീയുടെ മുഖം കാണേണ്ടി വന്നു ജുറൈജിന്. ആ സ്ത്രീയുടെ ആരോപണം ഏതാനും ദിവസം നിലനിന്നു. അദ്ദേഹത്തിന്റെ നിരപരാധിത്വം, അദ്ദേഹത്തിന്റെ ആ വിശുദ്ധി. നോക്കൂ, അല്ലാഹു തആല അദ്ദേഹത്തെ അതിൽ നിന്ന് മുക്തനാക്കി. അല്ലാഹു തആല അത് തെളിയിച്ചു സമൂഹത്തിന്റെ മധ്യത്തിൽ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാതാപിതാക്കളുടെ വായിൽ നിന്ന് ബദ്ദുആ മേടിക്കരുത്. നമ്മൾ അവരുടെ അനുഗ്രഹപൂർണമായ പ്രാർത്ഥനകൾ നേടിയെടുക്കണം. നമ്മുടെ ഭാവിക്കത് നല്ലതാണ്. മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. നോക്കൂ, പുണ്യ റസൂൽ സ്വർഗത്തിൽ കടന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് കേട്ടു, സമിഅതു ഖിറാഅതൻ, സ്വർഗത്തിനകത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നത് മുത്തുനബി കേട്ടു. ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ഇതാരാണ് ഈ ഓതുന്നത്? ഖാലു ഹാരിസതു ബിനുൻ നുഅ്മാൻ, സ്വർഗത്തിൽ ഖിറാഅത്ത് നടത്തുന്നത് ഹാരിസത്ത് ബിനുൻ നുഅ്മാനാണ്. ആരാ ഹാരിസത്ത് ബിനുൻ നുഅ്മാൻ? സഹാബാക്കളിലെ ശ്രേഷ്ഠനായ ഒരു സഹാബിയ. ആ സഹാബി സ്വർഗത്തിൽ ഖുർആൻ ഓതുന്നത് മുത്തുനബി കേൾക്കുകയാ. ഉണ്ടോ? ബദറിലും ഉഹദിലും എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത സഹാബി,
അതിനും പുറമേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ സ്വഹാബി മാതാപിതാക്കളോട് ഗുണം ചെയ്ത വ്യക്തിയായിരുന്നു. കദാലികുമുൽ ബിർറു, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഗുണം ചെയ്ത സഹാബിയായിരുന്നു. വകാന അബർറന്നാസി ബി ഉമ്മി, ജനങ്ങളിൽ ഉമ്മയെ വളരെയധികം സ്നേഹിച്ച വ്യക്തിയായിരുന്നു ആ സ്വഹാബി എന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹാബാക്കളിൽ ശ്രേഷ്ഠതയുള്ള സഹാബി ഹാരിസത്ത് ബിൻ നുഅ്മാൻ, സ്വർഗത്തിൽ ആ മഹാന്റെ ഖിറാഅത്ത് മുത്തുനബി കേൾക്കണമെങ്കിൽ അവര് ചെയ്ത സുഹൃതം എന്താ? ഉമ്മയെ പരിപാലിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി മാതാപിതാക്കളിൽ നിന്ന് ഇൻഷാ അല്ലാഹ് കുടുംബ ബന്ധത്തിലേക്ക് വബിദിൽ ഖുർബ, അല്ലാഹു തആല ഒരു 9ഓളം കടമകൾ അവിടെ ആയത്തിൽ പറയുന്നുണ്ട്. നോക്കൂ, മാതാപിതാക്കളെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം, അവരുടെ പൊരുത്തം നമ്മൾ നേടിയെടുക്കണം. ഇനി കടമ ബാധ്യത നമുക്കുള്ളത് വബിദിൽ ഖുർബ. അല്ലാഹു പറയുന്നു, അടുത്ത ബന്ധുക്കളോട് കടമയുണ്ട്. അല്ലാഹു കുടുംബ ബന്ധം ചേർക്കാൻ തൗഫീഖ് നൽകട്ടെ, മുറിക്കുന്നതിൽ നിന്ന് അല്ലാഹു കാക്കട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാ 1-ാമത്തെ സൂക്തം തന്നെ കുടുംബ ബന്ധത്തെ കുറിച്ചാണ്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നാസ് ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. ഓ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളണം. അവനാണ് നിങ്ങളെ പടച്ചത് ഒരേ ശരീരത്തിൽ നിന്ന്, ഒരേ ആത്മാവിൽ നിന്ന്. മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ, ആ ശരീരത്തിൽ നിന്ന് അതിന്റെ ഇണയെ അവൻ സൃഷ്ടിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു ഭൂമിയിൽ പരത്തി. ഒരൊറ്റ ശരീരം അല്ലാഹു തആല ആ ശരീരത്തിൽ നിന്ന് അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അവിടെ ആണുമില്ല പെണ്ണുമില്ല, അല്ലേ? ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു നേരിട്ട് കളിമണ്ണിൽ നിന്ന് പടച്ചു. ആദം അലൈഹിസ്സലാമിനെ ഉറക്കി, മയക്കി, അനസ്തേഷ്യ പോലെ നോക്കൂ. എന്നിട്ട് ഇടതുഭാഗത്തെ വാരിയെല്ലാം അങ്ങോട്ട് ക്ലോണിങ്ങിലൂടെ ഊരിയെടുത്തു. അതിൽ നിന്ന് വഖലഖ മിൻഹാ സൗജഹാ, അതിന്റെ സൗജിനെ സൃഷ്ടിച്ചു. ഭാര്യ എന്നല്ല അല്ലാഹു പറഞ്ഞത്, ഇണ. അത് ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നമ്മൾ കടപ്പാടുകൾ പറഞ്ഞു തീർക്കുമ്പോ ഭാര്യ ഭർത്തൃ ബന്ധം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വിശദീകരിക്കാം. ആദം അലൈഹിസ്സലാം മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ സുന്ദരിയും സുമുഖിയുമായ ഒരു അഴകുള്ള പെൺകുട്ടി തൊട്ടടുത്ത്. ആ സ്ത്രീയാണ് മാനവകുലത്തിന്റെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായ ഹവ്വ. സുഹൃത്തുക്കളെ, അതിൽ നിന്ന് നോക്കൂ, ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ധാരാളം റിജാലും ധാരാളം നിസാഇനെയും അല്ലാഹു പടച്ച് പരത്തി വിട്ടു. ഇന്നിപ്പോ ഭൂഗോളത്തിൽ 700 കോടി, അത് മാസങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ എത്രയോ കോടി കവിഞ്ഞിട്ടുണ്ട്. ഒരു 730 കോടിയൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നവരാ എത്ര കോടികൾ മരിച്ചുപോയി, അല്ലേ? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു അല്ലാഹുവിന്റെ പേരിലാണോ നിങ്ങൾ പരസ്പരം ചോദിക്കുന്നത്, ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളും സൂക്ഷിക്കണം. സുഹൃത്തുക്കളെ,
ഒരിക്കൽ ഒരു സഹാബി മുത്തുനബിയുടെ സദസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നി അദ്നബ്തു ദംബൻ അലീമാ, ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, ഫഹൽ ലീ മിൻ തൗബ, എനിക്ക് തൗബയുണ്ടോ? അവിടെന്ന് ചോദിച്ചു, ഫഹൽ ലക മിൻ നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ സ്വഹാബി പറഞ്ഞു, എന്റെ ഉമ്മ മരണപ്പെട്ടു. ഫഹൽ ലക മിൻ ഖാല, നിനക്ക് മാതൃ സഹോദരിയുണ്ടോ? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഉണ്ട്. അവിടെന്ന് പറഞ്ഞു, ഫബിർറഹാ, മാതൃ സഹോദരിക്ക് നീ പുണ്യം ചെയ്യണം, നിന്റെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരും. ഹദീസിൽ വരുന്നുണ്ട്, അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മി, മാതൃ സഹോദരി മാതാവിന്റെ സ്ഥാനത്താണ്. നമ്മൾ എളാമയെന്നും കൊച്ചുമ്മയെന്നും മുത്തുമ്മയെന്നും ഒക്കെ വിളിക്കും, അവര് ഉമ്മയുടെ സ്ഥാനത്താണ്. അതുപോലെ അടുത്ത ബന്ധുക്കളിൽപ്പെട്ടതാണ് ഉമ്മയുടെ ആ സഹോദരൻ മാമ ഖാല്, ബാപ്പയുടെ സഹോദരൻ അമ്മ, എളാപ്പ മൂത്താപ്പ, ബാപ്പയുടെ സഹോദരിമാർ അമ്മത്ത്, ഇവരെല്ലാം അടുത്ത ബന്ധുക്കളാണ്, അവരുടെ മക്കൾ. അതിങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോ അല്ലേ, എളാപ്പ മൂത്താപ്പ അവരുടെ മക്കൾ, മാമി അവരുടെ മക്കൾ, മാതൃ സഹോദരി മാമ അവരുടെ മക്കൾ, അങ്ങനെ ഒരു വൃത്തം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വരും അല്ലേ. ആ എന്തിനാ? അവര് പടർന്ന് പന്തലിച്ചാൽ പോരാ, അവരോട് നമുക്ക് കടമയുണ്ട്. കണ്ടോ, അതാണ് കുടുംബ ബന്ധം ചേർക്കാൻ അല്ലാഹു പറഞ്ഞു. ഒന്നരാടം വിസിറ്റ് ചെയ്യണം ബന്ധുക്കളെ, മഹബ്ബത്ത് വർദ്ധിക്കും. സന്ദർശിച്ചാൽ മാത്രം പോരാ, തഹാദു, നിങ്ങൾ ഹദിയ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. ഫഇന്നഹാ തുഖർരിബുൽ ഖുലൂബ്, അത് ഹൃദയങ്ങളെ യോജിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പെരുന്നാളിനും നബിദിനത്തിനും ഒക്കെ കുടുംബത്തിലൊക്കെ ഒന്ന് പോകണം. 2 കിലോ നേന്ത്രപ്പഴവും 1 കിലോ ആപ്പിളും, എളാമയ്ക്ക് ഒരു ചെറിയ ലുങ്കിയും, ഹദിയ ഒരു 500 കൂടത്തിൽ കൊടുത്താൽ ഒരു വല്ലാത്തൊരു ചിരി വരുന്നത് കാണാം. എന്റെ പൊന്നുപോലെ, നീ എനിക്കറിയാവടാ നീ എന്റെ അടുത്ത് വരുമെന്ന്, അങ്ങനെയുള്ള ഡയലോഗ് ഒക്കെ അല്ലേ. എന്തിനെ കെട്ടിപ്പൂട്ടി വെക്കുന്നത്? കൊടുക്ക്, കുടുംബബന്ധം ചേർക്ക് അല്ലേ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, കുടുംബബന്ധം ചേർക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവർക്ക് നമ്മുടെ സമ്പത്ത് കൊടുക്കണം. നോക്കൂ, കുടുംബത്തിൽ എല്ലാവരും സമ്പന്നരല്ല, ചിലർ ദരിദ്രരുണ്ട്, അവരെ നാം സഹായിക്കണം. അവർക്ക് ഫുഡും അവർക്ക് വസ്ത്രവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം. അവർക്ക് ജീവിക്കാൻ മാർഗമില്ലെങ്കിൽ ജീവിത മാർഗം നാം കാണിച്ചു കൊടുക്കണം. തന്നാൽ കരയേറ്റേണ്ടവർ എത്ര പേരോ താഴത്ത് പാഴ്ചേറ്റിലമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും. തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. ഞാനും നിങ്ങളും കൈപിടിച്ചു പൊക്കേണ്ട ഒരുപാട് ആളുകൾ ജീവിതത്തിന്റെ പുറമ്പോക്കിൽ കടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. നല്ലൊരു വീടില്ല, ബാത്റൂം സെറ്റപ്പ് ഇല്ല. നോക്കൂ, മഴ പെയ്താൽ ചോർന്നൊലിക്കും. ആ മക്കളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല, ഒരു കുട വാങ്ങാൻ കാശില്ല, ഒരു ബാഗിന് കാശില്ല, ബുക്സുകൾ വാങ്ങാൻ പൈസയില്ല. അങ്ങനെ കുടുംബത്തിലെ ആ പാവങ്ങളെ നാം സഹായിക്കണം, ഒരു കൈ സാന്ത്വനം നൽകണം. ഒന്ന് താങ്ങി വിട്ടാൽ ആ പൊന്നുമക്കൾ പഠിച്ചു വളരും. അല്ലാഹു അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. വആതി ദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീൻ, നീ കൊടുക്കണം. വആതി ദൽ ഖുർബാ, അടുത്ത കുടുംബക്കാർക്ക്, കുടുംബത്തിലെ പാവങ്ങൾക്ക് നീ കൊടുക്കണം. ഹഖഹു, അവരുടെ കടമ നീ നിർവഹിക്കണം. വൽ മിസ്കീന വബ്നസ് സബീൽ, പിന്നീട് വിശദീകരിക്കും. അഗതികൾക്കും വഴിയാത്രക്കാർക്കും. വലാ തുബല്ലിർ തബ്ദീറാ, നീ നിന്റെ പണം ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാതീൻ, പണം ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സുഹൃത്തുക്കളാണ്.
പണം ദൂർത്തടിക്കരുത്. പണമെന്നല്ല, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു ദൂർത്ത് പാടില്ല. മനസ്സിലായില്ലേ? ഒരിക്കൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അല്പം വെള്ളം കൂടുതൽ ചെലവഴിച്ച് ഒളു കൊടുക്കുക. അപ്പോ മുത്തുനബി ചോദിച്ചു, യാ സഅദു മാ ഹാദാ സർഫ്, ഇതെന്തൊരു ദുർവ്യയമാണ്, ഇതെന്തൊരു ഇസ്രാഫാണ് സഅദേ എന്ന് ചോദിച്ചപ്പോ അവിടെ ചോദിച്ചു. സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവഫിൽ വുളൂഇ സർഫുൻ യാ റസൂലല്ലാഹ്, വുളൂഇന് വെള്ളം കൂടുതൽ എടുക്കുന്നത് സർഫാണോ ഇസ്രാഫാണോ? അപ്പോൾ മുത്തുനബി പറഞ്ഞു, വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, ഒഴുകുന്ന നദിയുടെ കരയിൽ ഇരുന്നാണ് വുളു എടുക്കുന്നതെങ്കിലും വെള്ളം മിതമായി ഉപയോഗിക്കണം. തൊട്ടടുത്തൊഴുകുന്ന പുഴ മുട്ടാറുപുഴയാണ് അല്ലേ? മുട്ടാറുപുഴയിൽ നിന്ന് വുളു എടുത്താലും ശരി വെള്ളം മിതമായി ഉപയോഗിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലേ? വലിയ കൊട്ടാരം പണിയാമോ? പണിയോ? ഒരു 2-3 നില കൊട്ടാരം പണിയോ? എന്തിനാ? മിൻ സഅദതി ഇബ്നു ആദം, മനുഷ്യന്റെ വിജയത്തിൽപ്പെട്ടതാണ് ഏതൊക്കെ? ഒന്ന് മസ്കനുൻ സാലിഹുൻ, നല്ലൊരു ഭവനം. മർഅത്തുൻ സാലിഹ, സാലിഹത്തായ ഒരു ഭാര്യ. അല്ലേ? പിന്നെ മർകബുൻ സാലിഹുൻ, നല്ല സാലിഹായ ഒരു വാഹനം. ഞാൻ ആദ്യം ഒരു 800 എടുത്തു, പിന്നെ സെന്നാക്കി, പിന്നെ സ്വിഫ്റ്റ് എടുക്കാതെ പിന്നെ ഒരു എർട്ടിഗ എടുത്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തർക്കബുന്ന തബഖന്നൻ തബഖ്, പടിപടിയായിട്ട് ഒരു വാഹനം വേണോ വേണ്ടേ? ഒരു വാഹനം വേണം. മാഷാ അല്ലാഹ്. അല്ലാഹു നിങ്ങൾക്കൊക്കെ നല്ലൊരു വാഹനം നൽകട്ടെ. ആമീൻ. ഓടിയും ബെൻസും വാങ്ങിച്ചില്ലെങ്കിലും മോശമല്ലാത്ത ഒരു വാഹനം അല്ലേ? അല്ലാഹു പടച്ചോൻ നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. സുഹൃത്തുക്കളെ, അല്ലാഹു പറഞ്ഞു, നീ പണം ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീൻ, പണം ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സുഹൃത്തുക്കളാണ്. നബിയും സഹാബത്തും ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു വലിയ ബംഗ്ലാവ് കണ്ടു, ഉയർത്തി കെട്ടിയ ഒരു വീട് കണ്ടു. ആരുടേതാണ് ആ വീട്? മുത്തുനബി ചോദിച്ചു. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, അത് ഇന്ന സ്വഹാബിയുടെ വീടാണ്. ആ സ്വഹാബി വന്നുകൊണ്ട് പ്രവാചകന്റെ സദസ്സിൽ സലാം പറഞ്ഞു. മുത്തുനബി തല തിരിച്ചു, അവിടത്തെ മുഖം തിരിച്ചു, സലാം മടക്കിയില്ല. ആ സ്വഹാബി അന്വേഷിച്ചപ്പോ, നിന്റെ വീട് അല്ലാഹുവിന്റെ റസൂൽ കണ്ടതുകൊണ്ടാണ്, നിന്റെ കൊട്ടാര സമാനമായ ആ വലിയ വീട് കണ്ടതുകൊണ്ടാണ്. ആ സ്വഹാബി എന്ത് ചെയ്തു? നേരെ ചെന്നു, ഹദമഹു, അതിനെ പൊളിച്ചു കളഞ്ഞു. സവ്വാഹു ബിൽ അർള്, ഭൂമിയോട് അതിന്റെ തറ ലെവലാക്കി ആ വീട് തന്നെ പൊളിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമാ ഇന്ന കുല്ല ബിനാഇൻ വബാലുൻ അലാ സാഹിബി, എല്ലാ കെട്ടിടത്തിന്റെയും ഉടമസ്ഥർക്ക് ആ കെട്ടിടം നാളെ പരീക്ഷണമാണ്. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു അബ്ദൻ ഹവാനാ, അല്ലാഹു ഒരു മനുഷ്യനെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ, അൻഫഖ മാലഹു ഫിൽ ബുനിയാൻ, അവന്റെ സമ്പത്ത് മുഴുവനും കെട്ടിടം പണിയാൻ അവൻ ചെലവഴിക്കും. അവന്റെ സമ്പത്ത് സിമന്റിലും കമ്പിയിലും അവൻ ചെലവഴിക്കും. അല്ലാഹു അവനെ നിന്ദിക്കുകയാണ്. കണ്ടോ? വലിയ കെട്ടിടം പണിയുന്നത് നല്ലതല്ല. വേണം നമുക്ക് സമാധാനമുള്ള ഒരു വീട്, ഒരു ശാന്തി നികേതം അല്ലേ? സമ്പത്ത് മുഴുവനും, ഒരു പുരുഷായുസ്സിൽ നാം ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനും വീടിന് വേണ്ടി ചെലവഴിക്കുന്നവരുണ്ട്. ഗൾഫിൽ നല്ല ജോബാ, നല്ല വീട് പണിതു. ഈ ജോലി ശാശ്വതമല്ലല്ലോ. തിരിച്ചു വരുമ്പോ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാനും നമുക്ക് സാധിക്കൂല. വീട് വിൽക്കേണ്ടി വരും.
മാത്രമല്ല വലിയ കെട്ടിടം പണിയുന്നത് അള്ളാഹു ഒരു മനുഷ്യനെ ഒരർത്ഥത്തിൽ തരം താഴ്ത്തുകയാണ്. അള്ളാഹു ഒരാളെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ സമ്പത്ത് മുഴുവനും കൊട്ടാരം പണിയാൻ സിമന്റിനും കമ്പിക്കും വേണ്ടി അവൻ ചെലവഴിക്കുമെന്ന ഹദീസ്. അതുകൊണ്ട് ആരെങ്കിലും 3000-4000 സ്ക്വയർ ഫീറ്റ് തറയിട്ടിട്ടുണ്ടെങ്കിൽ അത് വിറ്റേരെ, എന്നിട്ട് ഒരു 1500 അല്ലെങ്കിൽ ഒരു 2250 വീട് മതി അല്ലേ? പ്രിയമുള്ള സുഹൃത്തുക്കളെ, നോക്കൂ, എത്രയോ പാവങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. അവരെ നാം ഗൗനിക്കണം, അവരെ സഹായിക്കണം. ഒരു മിസ്കീനിന് കൊടുക്കുന്ന സ്വതഖയാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിലെ ഒരു പച്ചപ്പാവത്തിനൊരു സഹായം നൽകിയാൽ 2 കൂലിയാണ്. ഒന്ന് സ്വതഖയുടെ കൂലി, മറ്റൊന്ന് സിലത്തുൻ കുടുംബ ബന്ധം ചേർത്ത പ്രതിഫലം. ഒരു അഗതിക്ക് നാം സഹായിച്ചാൽ അതിന് ഒരു പ്രതിഫലമാണെങ്കിൽ, കുടുംബത്തിലെ പാവപ്പെട്ട ഒരു അഗതിക്ക് കൊടുത്താൽ 2 പ്രതിഫലം. ഇനി അതുകൊണ്ട് പാവങ്ങളെ സഹായിക്കാതിരിക്കരുത്. മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് കുടുംബത്തിലെ പാവങ്ങൾക്കാണ് അല്ലേ? കുടുംബത്തിലെ പാവങ്ങളെ സഹായിക്കണം. കുടുംബ ബന്ധം ചേർക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നു, വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹ്. അധർമ്മകാരികൾ ആരാണ്? ഫാസിഖീങ്ങൾ, പാപികൾ, അധർമ്മകാരികൾ. അല്ലദീന യൻഖുലൂന അഹ്ദല്ലാഹി മിൻ ബഅദി മീസാഖി. അല്ലാഹുവിനോട് കരാർ ചെയ്തു കഴിഞ്ഞ്, ഉടമ്പടി ചെയ്തു കഴിഞ്ഞ് ആ കരാർ ലംഘിക്കുന്നവർ, വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ. അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ചതിനെ മുറിക്കുന്നവർ, വയുഫ്സിദൂന ഭൂമിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവർ, അവരത്രേ പരാജിതർ. ഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലാഹുവിനോടുള്ള ഉടമ്പടി പാലിക്കണം, കരാർ പാലിക്കണം. അല്ലാഹു ചേർക്കാൻ പറഞ്ഞതിനെ ചേർക്കണം. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹദീസിൽ വരുന്നു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ. ഒരു റിവായത്തിൽ ഖാതിഉ റഹ്മിൻ, കുടുംബബന്ധം നിലച്ചവൻ, കുടുംബബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കുന്നതല്ല. കുടുംബബന്ധത്തെ മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കുന്നതല്ല. എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരിക്കൽ ഒരു സഹാബി ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബിയുടെ സദസ്സിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇന്നലി ഖറാബതൻ അസിലുഹും വയഖ്തഊനി. എനിക്ക് ബന്ധുക്കളുണ്ട്, ഞാൻ അവരെ ചേർക്കുന്നുണ്ട്, അവരെ നാം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വയഖ്തഊനി, അവരെന്നെ മുറിച്ചു കളയുന്നു. വഉഹ്സിനു ഇലൈഹിം, ഞാൻ അവർക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. വയുസീഊന ഇലയ്യ, അവരെന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവർക്ക് ഉപകാരം ചെയ്യുന്നു, അവരെന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു. വഅഹ്ലുമു അൻഹും, അവരുടെ ആ ഉപദ്രവങ്ങൾ ഞാൻ സഹിക്കുന്നു നബിയേ. വയജ്ഹലൂന അലയ്യ, അവരെന്നോട് വിവരക്കേട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഫഇൻ കുൻത കമാ ഖുൽത ഫകഅന്നമാ തുസിഫുഹുൽ മല്ല. നീ പറഞ്ഞതുപോലെയാണെങ്കിൽ നീ ചുടുചാരം അവരുടെ വായിലേക്ക് ഇടുന്നത് പോലെയാണ്. ചൂട് ചാരം തീറ്റിക്കുന്നതിന് തുല്യമാണിത്. വലാ യസാലു മഅക മിനല്ലാഹി ദഹീറുൻ അലൈഹിം. നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നീ മാപ്പ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, നിന്നോട് ശത്രുത കാണിക്കുന്നവരോട് മാപ്പ് കൊടുക്കുമ്പോൾ, നിന്നെ ഉപദ്രവിക്കുമ്പോൾ നീ ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ സഹായം നിനക്കുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ.
അള്ളാഹു പടച്ചവൻ നമ്മളെല്ലാവരെയും ഉപകാരം ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നോക്കൂ, ഒരു ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു, ഖാലല്ലാഹു തആല, അള്ളാഹു പറയുകയാണ്, അനർ റഹ്മാൻ, ഞാൻ പരമകാരുണികനാണ്, ഖലഖതുർ റഹിമ, ഞാനാണ് കുടുംബ ബന്ധത്തെ സൃഷ്ടിച്ചത്, വശഖഖതു ലഹാ ഇസ്മി, എന്റെ പേര് തന്നെ ഞാൻ കുടുംബത്തിന് വേണ്ടി വെച്ചു. നോക്കൂ, അള്ളാഹുവിന്റെ പേരാണ് റഹ്മാൻ. അതിൽ 3 അക്ഷരമാണ് റാഉം ഹാഉം മീമും. കുടുംബ ബന്ധത്തിന് അറബിയിൽ പറയുന്നത് റഹിം എന്നാണ്. ഹാഇന് കസ്റാണ് റഹിം. എല്ലാ കുടുംബ ബന്ധങ്ങളും മൊട്ടിടുന്നത് എവിടെയാ? അത് റഹ്മിലാണ്. ഹാഇന് സുകൂൻ, റഹ്മ യൂട്രസ്. എല്ലാ ബന്ധങ്ങളും മൊട്ടിടുന്നത് ഗർഭപാത്രത്തിലാണ്. നോക്കൂ, കുടുംബ ബന്ധം റഹിമ, ഗർഭപാത്രത്തിന് റഹ്മ. അല്ലാഹു റഹ്മാൻ. അല്ലാഹു പറയുകയാണ് അർ-റഹിമു മുത്തനബി പറയുകയാണ് അർ-റഹിമു മുതഅല്ലിഖത്തും ബിൽ അർശ്. കുടുംബ ബന്ധം അർശുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തഖൂൽ, കുടുംബ ബന്ധം പറയുന്നു, മൻ വസലനി വസലഹു അല്ലാഹ് വമൻ ഖതഅനി ഖതഅഹു അല്ലാഹ്. എന്നെ ചേർത്തവരെ നീ ചേർക്കണമേ, എന്നെ മുറിച്ചവരെ നീ മുറിക്കണമേ എന്ന് കുടുംബ ബന്ധം പറയുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്നത് കണ്ടാൽ എന്തൊരു ഒരുമയാ അല്ലേ? നല്ല ഐക്യത്തിലാ ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, മനസ്സ് മുഴുവനും നെരിപ്പോടാ അല്ലേ? എത്ര പേരായി പിണങ്ങി കഴിയുന്നത്? ആങ്ങളൊക്കെ പെങ്ങളെ വേണ്ട, ബ്രദേഴ്സ് തമ്മിൽ പിണക്കം അല്ലേ? ഈ അടുത്ത കഴിഞ്ഞ ഹജ്ജിനും കേട്ടോ, ഞങ്ങളുടെ നാട്ടില് ഒരു സഹോദരൻ ചെന്ന് ഹജ്ജിന് ഞാൻ പോവുക കേട്ടോ എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ ഓടിച്ചു ജ്യേഷ്ഠ നിന്റെ ഹജ്ജ് മനസ്സിലായി. അല്ലാഹു കാക്കട്ടെ. സുഹൃത്തുക്കളെ, വഴിയും റോഡും നന്നാക്കാൻ സ്ഥലം കൊടുക്കൂല, ഒരടി കൊടുക്കൂല. നോക്കൂ, ഫലവൃക്ഷങ്ങൾ ചാഞ്ഞു നിൽക്കുന്നു, അതുകൊണ്ട് ഉപദ്രവിക്കും മനുഷ്യൻ. ഞാൻ അയൽപക്ക ബന്ധം പറയുമ്പോ ആ ഭാഗത്തേക്ക് കടന്നു വരാം. അല്ലാഹു നമ്മുടെ ഹൃദയം വിശാലമാക്കി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തുനബി പറയുകയാണ്, ലൈസൽ വാസിലു ബിൽ മുകാഫിഇ, ഉപകാരം ചെയ്തവന് ഉപകാരം ചെയ്യലല്ല മുകാഫഅത്ത്, കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഉപദ്രവിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കുക. നോക്കൂ, കഷ്ടപ്പെടുത്തുന്നവർക്ക് ഉപകാരം ചെയ്യുക. ബന്ധം മുറിച്ചവർക്ക് ബന്ധം ചേർക്കലാണ് ഏറ്റവും വലിയ പ്രത്യുപകാരം എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പിണങ്ങിക്കഴിയരുത്, കുടുംബ ബന്ധം ചേർക്കണം. അതുകൊണ്ട് 2 ഗുണമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ അഹബ്ബ അയ്യുബ്സത ലഹു ഫീ റിസ്ഖി വയുനസ്സ ലഹു ഫീ അസരി. ഭക്ഷണത്തിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ, ഭക്ഷണത്തിൽ ബർക്കത്ത് ആഗ്രഹിക്കുന്നെങ്കിൽ, വയുനസ്സ ലഹു ഫീ അസരി, നിന്റെ ആയുസ്സു നീളാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഫൽയസിൽ റഹിമഹു, കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ, കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. ഒരു ഹദീസിൽ വരുന്നുണ്ട്, ലാ യറുദ്ദുൽ ഖദ്റ ഇല്ലാ ദുആ വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു. അല്ലാഹുവിന്റെ ഖദ്ർ ദുആ കൊണ്ടേ തട്ടപ്പെടുകയുള്ളൂ. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർറു, ആയുസ് വർദ്ധിപ്പിക്കുകയില്ല ജീവിതത്തിൽ ചെയ്യുന്ന പുണ്യങ്ങൾ കൊണ്ടല്ലാതെ. അല്ലാഹു കുടുംബത്തിന്